തീർച്ചയായും ഞാൻ ചാർലിയെ സഹായിക്കാം. പക്ഷേ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, മരിച്ചവരെക്കാളും പേടിക്കേണ്ടത് ജീവനുള്ള മനുഷ്യരെയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾക്കുണ്ടായ അനുഭവം മറിച്ചല്ലായിരുന്നു. ഞങ്ങളുടെ വരവ് ആരോ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഇല്യൂഷൻ ലൂപ്പ്. ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ചാർലിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരുപക്ഷെ വഴിതെറ്റി ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപായം സംഭവിച്ചേനെ. നിങ്ങളെ വഴിതെറ്റിച്ചെന്നോ? ആര്? എന്തിന്? അതിന് നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് ആർക്കാ അറിയാവുന്നേ? ഇല്യൂഷനോ? അതെന്തുവാ? ചാർലി ഫാദറിനോട് ചോദിച്ചു. എല്ലാ ചോദ്യവും ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെയാ ചാർലി? ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിൽ പ്രേതങ്ങൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. എന്തിന്? അവിടെ പ്രേതമുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഫാദർ ചാർലിയെ നോക്കി പറഞ്ഞു. ഉണ്ട് ഫാദർ, അവിടെ പ്രേതമുണ്ട്. ആ കാര്യം ഉറപ്പാണ്. ഞാൻ കണ്ടതല്ലേ? സമന്യ ഇടയ്ക്ക് കയറി പറഞ്ഞു. സമന്യ എന്താ കണ്ടേ? ഫാദർ സമന്യയോട് ചോദിച്ചു. നേരത്തെ പറഞ്ഞില്ലേ ചാർലിയുടെ രൂപത്തിലേക്ക് മാറുന്ന രൂപങ്ങളെപ്പറ്റി? അത് പ്രേതം തന്നെയാ. ഞാൻ കണ്ടതാ. എന്റെ കൺമുന്നിൽ വെച്ചാ അവ രൂപം മാറിയത്. അതുപോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ആ ബംഗ്ലാവിന്റെ അകത്തുണ്ടായിരുന്ന സ്ത്രീ, വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ ബംഗ്ലാവിന്റെ അകത്ത്, അതും ആർക്കും പ്രവേശിക്കാൻ ഭയമുള്ള ആ ബംഗ്ലാവിന്റെ അകത്ത്, അന്ന് രാത്രിയിൽ ഞങ്ങൾ കണ്ടത് ഈ കരോളിനെ തന്നെ ആയിരിക്കണം. അവിടെ പ്രേതം ഉണ്ട് ഫാദർ. സമന്യ വളരെയധികം ഉറപ്പോടെയാണത് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ സമന്യ, ആപത്തിൽപ്പെട്ട് പ്രാണരക്ഷാർത്ഥം നിങ്ങൾ ഓടിക്കേറിയത് ആ ബംഗ്ലാവിലായിരുന്നല്ലോ. അവിടെ വെച്ചാണല്ലോ കരോളിനയുടെ ദുരാത്മാവ് നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിനകത്ത് കയറിയപ്പോൾ നിങ്ങളൊരു സ്ത്രീയെ കണ്ടെന്ന് പറയുന്നു. അവര് നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യവും ഒരുക്കി തന്നു. നിങ്ങൾ കണ്ട സ്ത്രീ കരോളിനെയാണെങ്കിൽ അവർക്ക് നിങ്ങളെ അപ്പോഴേ അപായപ്പെടുത്താമായിരുന്നു, ശരിയല്ലേ? ഫാദറിന്റെ ആ ചോദ്യത്തിന് സമന്യ തലയാട്ടുക മാത്രമേ ചെയ്തുള്ളൂ. സമന്യ പറഞ്ഞ പോലെ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ആ ബംഗ്ലാവിന്റെ അകത്ത്, അതും ആർക്കും പ്രവേശിക്കാൻ ഭയമുള്ള ആ ബംഗ്ലാവിന്റെ അകത്ത്, അന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ട സ്ത്രീ അതിന് കരോളിനെ ആണെങ്കിൽ, അല്ലെങ്കിൽ ദുരാത്മാവാണെങ്കിൽ, നിങ്ങളെ അപായപ്പെടുത്താതെ പകരം നിങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ശേഷം നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളെ അവർ വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഒരിക്കൽ നിങ്ങൾക്ക് അഭയം തരികയും പിന്നീട് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്ത ഈ രണ്ട് സംഭവവും തമ്മിലുള്ള വൈരുദ്ധ്യം, അതിനിടയിലാണ് സത്യം മറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അഭയം തന്നതിന് ശേഷം ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണെങ്കിലോ? ചാർലി സംശയത്തോടെ ഫാദറിനോട് ചോദിച്ചു. ഓഹോ, കമോൺ ചാർലി, ആത്മാക്കളെ പറ്റിയുള്ള ധാരണകൾ തന്നെ ആദ്യം മാറ്റണം. ആത്മാക്കൾ ഒരിക്കലും അപകടകാരികളല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവനുള്ള മനുഷ്യനെ മാത്രം ഭയന്നാ മതി. കാരണം അവന്റെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം. ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന്റെ 10% പോലും ഒരു ആത്മാവിന് ചെയ്യാൻ കഴിയില്ല. ഫാദർ ഒന്ന് നിർത്തിയ ശേഷം തുടർന്നു. ഈ സിനിമാക്കാരും എഴുത്തുകാരും ആത്മാക്കളെ ഒരു ഭീകര സത്വമായിട്ടാണ് കഥകളിലും സിനിമകളിലും കാണിച്ചിട്ടുള്ളത്. ചാർലിയുടെ ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. ആത്മാക്കൾ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ പ്രേതങ്ങൾ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഡെത്തിനെ അതിജീവിച്ച ആളുകളെയാ. ഇനിയും നിറവേറപ്പെടാത്ത തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ, നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത സ്നേഹബന്ധങ്ങൾ, ചില വസ്തുക്കളോടുള്ള അതിയായ അഭിനിവേശം, സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും സാക്ഷാത്കാരം എന്നുവേണ്ട ഈ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ മരണത്തെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അപ്രതീക്ഷിതമായുണ്ടാകുന്ന മരണം. ആ മരണത്തെ സ്വീകരിക്കാത്ത ആത്മാവ് ദേഹം വിട്ടുകൊണ്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ ദേഹം വിട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നവരെയാണ് ആത്മാക്കളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവർ മരിച്ചെന്നുള്ള സത്യം അവർ പോലും അറിയാതെ, മരിച്ചെന്നുള്ള സത്യത്തെ അംഗീകരിക്കാതെ പലതിനെയും അവർ പിന്തുടരും. ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇനിയും നിറവേറപ്പെടാത്ത ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആരോടെങ്കിലുമുള്ള തീവ്രമായ സ്നേഹം, അതൊക്കെയാവാം അവരെ മരിച്ച ശേഷവും ഇവിടെ പിടിച്ചു നിർത്തുന്നത്. ഇങ്ങനെ ദേഹം വിട്ട ആത്മാക്കളായി തീരുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം അവരുടെ ESP പവർ. ESP എന്ന് വെച്ചാൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതായത് നമുക്കുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടല്ലാതെ മൈൻഡ് കൊണ്ട്, മൈൻഡിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്. മറ്റൊന്ന് സൈക്കോകിനെസിസ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ നമ്മുടെ മനോബലം ഉപയോഗിച്ചുകൊണ്ട് ചലിപ്പിക്കാനുള്ള കഴിവ്. അത് ആത്മാക്കൾക്ക് മാത്രമല്ല, ശരിയായ പ്രയത്നം ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഫാദർ അത്രയും പറഞ്ഞുകൊണ്ട് മേശപ്പുറത്തുണ്ടായിരുന്ന കരോളിനയുടെ പെയിന്റിങ്ങിലേക്ക് തറപ്പിച്ചു നോക്കിയതും മേശപ്പുറത്തുണ്ടായിരുന്ന പെയിന്റിംഗ് പതിയെ വായുവിലൂടെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. സി, ദിസ് ഈസ് കോൾഡ് സൈക്കോകിനെസിസ്. ആരും പിടിക്കാതെ വായുവിൽ നിൽക്കുന്ന പെയിന്റിംഗ് നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു. ESP ആൻഡ് സൈക്കോകിനെസിസ്, ഇതാണ് ആത്മാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ.
ഈ കഴിവുകൾ ഉപയോഗിച്ച് ജീവനുള്ള മനുഷ്യരോട് അവർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ജീവനുള്ള മനുഷ്യനിൽ ഭയമുണ്ടാവുന്നു. കാരണം പെട്ടെന്ന് മരിച്ചൊരു രൂപം മുന്നിൽ വരികയും അല്ലെങ്കിൽ ഇതുപോലെ പെയിന്റിംഗ് ഞാൻ വായുവിൽ ഉയർത്തിയതുപോലെ ഏതെങ്കിലും വസ്തുക്കൾ ചലിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സാമീപ്യം അറിയിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ ഭയക്കും. അവൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും മനുഷ്യർ അവരെ ഭീകര സത്യങ്ങളായി കാണുമ്പോൾ അവരും നിരാശപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ദേഷ്യം കൊണ്ട് ആളുകളെ ഭയപ്പെടുത്താൻ തുടങ്ങുന്നു. ഫാദർ പറഞ്ഞു നിർത്തിയപ്പോൾ വായുവിലുണ്ടായിരുന്ന പെയിന്റിംഗ് വീണ്ടും പതിയെ മേശപ്പുറത്ത് നേരത്തെ ഇരുന്നതുപോലെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ആ ബംഗ്ലാവിന്റെ അകത്ത് പ്രേതം ഇല്ലെന്നാണോ ഫാദർ പറയുന്നേ? അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവയെ ഭയപ്പെടേണ്ടെന്നാണോ പറയുന്നേ? പക്ഷേ ഫാദർ, ആ ബംഗ്ലാവിലെ പ്രേതത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് പാരാനോർമൽ ഫൗണ്ടേഷനിലെ 3 വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഭാഗമായി ആ ബംഗ്ലാവിന്റെ അകത്തേക്ക് പോയിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും ഈ കാലം അത്രയും നിശ്ചയമില്ല. അതുപോലെ ഇസയുടെ ഡാഡ് ഫിലിപ്പ് ഇമ്മാനുവൽ, അദ്ദേഹവും ആ ബംഗ്ലാവിനകത്ത് പ്രവേശിച്ച വ്യക്തിയാണ്. അദ്ദേഹവും ഇപ്പോൾ മിസ്സിംഗ് ആണ്. ആൾക്ക് എന്തു പറ്റിയെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇനി പറയൂ ഫാദർ, കരോളിനയുടെ ആത്മാവല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ? പാരാനോർമൽ ഫൗണ്ടേഷനിലെ ആ 3 വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് ഇനിയും കണ്ടെത്തണം. എന്നാൽ ഫിലിപ്പ്, അത്രയും പറഞ്ഞു മുഴുവനാക്കാതെ ഫാദർ ഇസയെ നോക്കി. അവളും ഫാദർ പറയാൻ പോകുന്നത് എന്താണെന്നറിയാൻ ഫാദറിനെ നോക്കി. ഫിലിപ്പ് ഇനി വരില്ല. ഫിലിപ്പ് കൊല്ലപ്പെട്ടു. ഇസയുടെ മുഖത്തേക്ക് നോക്കാനാകാതെ തല കുനിച്ചുകൊണ്ടാണ് ഫാദർ അത് പറഞ്ഞത്. എന്താ എന്താ പറഞ്ഞേ? ഡാഡിന് എന്തു പറ്റിയെന്നാ പറഞ്ഞേ? അവൾക്ക് തല കറങ്ങുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ അരികത്തുണ്ടായിരുന്ന കസേരയിൽ പിടിച്ചുകൊണ്ട് ഇസ ഫാദറിനോട് ചോദിച്ചു. വർഷക്കെടുതിയിൽ പൊട്ടാൻ കാത്തുനിന്ന അണക്കെട്ട് പോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസയുടെ കണ്ണുകളിൽ അപ്പോൾ. എന്റെ ഡാഡ് കൊല്ലപ്പെട്ടെന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഡാഡിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡാഡ് തിരിച്ചു വരും. ഡാഡിന് എന്നെ തനിച്ചാക്കി പോവാൻ കഴിയില്ല. ഡാഡ് വരും, ഡാഡ് വരും. അവളെ തന്നെ വിശ്വസിപ്പിക്കാൻ എന്നോണം കസേരയിലിരുന്ന് കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് ഇസ പറഞ്ഞു. അവളുടെ മുഖത്തിലൂടെ ഓടിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ അതിവേഗമാണ് നിലത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് സമന്യ അവളുടെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കും പോലെ അവളുടെ തോളിൽ കൈവച്ചു. വിശ്വസിക്കണോ ഇസ, ഫിലിപ്പ് ഇനി തിരിച്ചു വരില്ല. ഈ പോണക്കാട്ടിൽ എവിടെയോ ഫിലിപ്പ് മരിച്ചു കിടക്കുന്നുണ്ട്. അതെ, ഫിലിപ്പ് കൊല്ലപ്പെട്ടു. പക്ഷെ ആരാണ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയതെന്നതിന് ഇപ്പോൾ ഉത്തരവില്ല. ഒന്ന് നിർത്തി ചാർലിയെ നോക്കിക്കൊണ്ട് ഫാദർ തുടർന്നു. ആ രാത്രി ചാർലി ജീവികളെ ആക്രമിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു ബുള്ളറ്റ് ശബ്ദം കേട്ടെന്നും അത് ആരും നിയന്ത്രിക്കാതെ തനിയെ ഒരു ബുള്ളറ്റ് ചാർലിയുടെ അടുത്തേക്ക് വന്നെന്നും പറഞ്ഞില്ലേ? അന്ന് ചാർലിയെ ജീവികളിൽ നിന്നും രക്ഷിച്ചത് ഫിലിപ്പാണ്. ഫിലിപ്പിന്റെ ആത്മാവാണ് അന്നേരം ചാർലിയുടെ രക്ഷയ്ക്കായി അവിടെ എത്തിയത്. ഇസ, ഫിലിപ്പിന് ബുള്ളറ്റ് ഉണ്ടോ? ബുള്ളറ്റിലാണോ ഫിലിപ്പ് ബോണക്കാട്ടേക്ക് യാത്ര തിരിച്ചത്? ഇസ ബുള്ളറ്റ് ഉണ്ട് എന്ന രീതിയിൽ തലയാട്ടി. ബുള്ളറ്റോ? ബുള്ളറ്റിൽ വന്നയാള് ഫിലിപ്പാണോ? അപ്പോ ഫിലിപ്പിന്റെ പ്രേതം, സോറി, ഫിലിപ്പിന്റെ ആത്മാവാണോ ഇന്നലെ നമ്മളെ ഇല്യൂഷൻ ലൂപ്പിൽ നിന്നും ശരിയായ വഴിയിലേക്ക് എത്തിച്ച്? ഇന്നലെ നമ്മൾ കണ്ടത് ഫിലിപ്പിന്റെ ആത്മാവായിരുന്നു ഫാദർ? പോൾ ഒരു സംശയത്തോടെ ഫാദറിനോട് ചോദിച്ചു. അതെ, ഇന്നലെ നമ്മൾ കണ്ടത് ഫിലിപ്പിന്റെ ആത്മാവിനെയാണ്. ഇല്യൂഷൻ ലൂപ്പിലൂടെ തെറ്റായ സ്ഥലത്തേക്ക് നമ്മളെ എത്തിച്ച് അപായപ്പെടുത്താൻ ആരോ ശ്രമിച്ചതിൽ നമ്മുടെ രക്ഷയ്ക്കായി എത്തിയത് ഫിലിപ്പ് തന്നെയായിരുന്നു. നമുക്കു വേണ്ടി തീർത്ത ഇല്യൂഷൻ ലൂപ്പിൽ മറ്റൊരാളെ കണ്ടപ്പോ ആദ്യം ഞാൻ അമ്പരന്നെങ്കിലും അയാൾ അടുത്തെത്തിയപ്പോ ഒരാത്മാവിന്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കി. പക്ഷേ അത് ആരുടെ ആത്മാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പോളും ഭയപ്പെട്ടാലോ എന്ന് കരുതിയ അപ്പോ ഞാൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആത്മാവാണെന്ന് പറയാതിരുന്നത്. ഇവിടെ വന്ന് ചാർലി പറഞ്ഞ കഥ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് ഫിലിപ്പിനെ തന്നെയാണെന്ന്. ഫാദർ പോളിനോടായി പറഞ്ഞു. അപ്പോ ആ രാത്രി എന്നെ രക്ഷിച്ചത് ഫിലിപ്പിന്റെ ആത്മാവാണെന്നാണോ ഫാദർ പറയുന്നേ? പക്ഷെ എന്തിന്? ഞാൻ ഫിലിപ്പിനെ അറിയുക പോലും ഇല്ലല്ലോ. ചാർലി ഒരു സംശയത്തോടെ പറഞ്ഞു. ഇന്നലെ ഇല്യൂഷൻ ലൂപ്പിൽ നിന്നും ഞങ്ങളെയും രക്ഷിച്ചു ഫിലിപ്പ്. ഫിലിപ്പ് എന്നെയോ പോളിനെയോ അറിയില്ല ചാർലി. ആത്മാക്കൾ അപകടകാരികളല്ലെന്ന് ബോധ്യമായോ ഇപ്പോ? ഫാദർ ചാർലിയോട് ചോദിച്ചു. ജീവനുള്ള ഏതൊന്നിലും അതിന്റെ ആത്മാവുണ്ട്. ആത്മാക്കളെ ദേഹം നഷ്ടപ്പെട്ട മനുഷ്യരായി കണ്ടാ മതി. അങ്ങനെ കണ്ടാ അവരും ശാന്തരാണ്. ഇവിടെ എന്നെയും നിങ്ങളെയും രക്ഷിച്ചത് ഫിലിപ്പിന്റെ ആത്മാവാണ്. എന്തിനാണ് നമ്മളെ അദ്ദേഹം രക്ഷിച്ചതെന്ന് ചോദിച്ചാ കൃത്യമായ ഉത്തരം എനിക്കിപ്പോ തരാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മളിലൂടെ ആ ബംഗ്ലാവിന്റെ സത്യങ്ങൾ പുറംലോകം അറിയാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം നമ്മുടെ രക്ഷയ്ക്കായി എത്തിയത്. പക്ഷേ എന്താണ് ഫാദർ ഒരു പക്ഷേ? ചാർലി, നമ്മുടെ വിശ്വാസപ്രകാരം ഒരാൾ മരണപ്പെട്ടാൽ ദേഹത്തിനെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ ദേഹിയും ഇവിടം വിട്ടു പോകണമെന്നാണ്. പക്ഷെ മരണാനന്തര ശുശ്രൂഷകൾ ചെയ്യാത്തതിനാൽ ഫിലിപ്പിന്റെ ആത്മാവ് ഗതികിട്ടാതെ ഇപ്പോഴും അലയുകയാണ് ഈ പോണക്കാട്ടിൽ. ഗതികിട്ടാതെ ഒരു ആത്മാവിനെ അലയാൻ വിടുന്നതിനേക്കാൾ ശാപം പിടിച്ച വേറൊന്നുമില്ല ഈ ഭൂമിയിൽ. അതിനാൽ ഫിലിപ്പിന്റെ ശരീരം കണ്ടെത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത്
ഫിലിപ്പിന്റെ ആത്മാവിന് ശാന്തി നൽകണം ആദ്യം. അങ്ങനെ എന്റെ ഡാഡ് ഇവിടെ ഗതി കിട്ടാതെ അലയുന്നുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ മാത്രം വരാത്തത്? നിങ്ങളൊക്കെ എന്റെ ഡാഡിനെ കണ്ടെങ്കിൽ എന്റെ മകളായി എന്നെ കാണാൻ വരാത്തത്? ഇസ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഫാദറിനോട് ചോദിച്ചു. അറിയില്ല ഇസ, എന്തിനാണ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമായതും ഇസയെ തിരഞ്ഞു വരാതിരിക്കുന്നതും? ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിലിപ്പിന്റെ ഏതെങ്കിലും ആഗ്രഹം നടക്കാൻ ഞങ്ങളുടെ സഹായം ഫിലിപ്പിന് വേണമെന്ന് തോന്നിയിരിക്കാം. അല്ലെങ്കിൽ ആ ബംഗ്ലാവിനെ പറ്റിയുള്ള രഹസ്യം ഞങ്ങളിലൂടെ ലോകം അറിയണമെന്ന് ഫിലിപ്പ് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഫിലിപ്പിന്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ നിറവേറ്റും വരെ ഫിലിപ്പിനെ ഗതികിട്ടാത്ത ആത്മാവായി വിടുന്നത് നല്ലതല്ല ഇസ. അത് ശാപമാണ്. ഒരു മകളെന്ന നിലയ്ക്ക് ഇസ ഫിലിപ്പിന്റെ ആത്മാവിന്റെ ശാന്തിക്കായി ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്തേ പറ്റൂ. ശരി ഫാദർ, ശാന്തി ലഭിക്കാനായുള്ള ചടങ്ങുകൾ എന്താന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. ഫാദർ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ഈസയ്ക്ക് അറിയോന്നറിയില്ല, മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ എനിക്കാവില്ല. സഭ കൽപ്പിക്കുന്ന ഒരു പുരോഹിതനെ അത് ചെയ്യാനാവും. എന്റെ കർമ്മങ്ങളാൽ എനിക്കൊരിക്കലും ആ ചടങ്ങുകൾ ചെയ്യാൻ കഴിയില്ല. കാരണം ഫാദർ എന്നുള്ള പേര് മാത്രമേ ഇപ്പോഴുള്ളൂ. അതും മുൻപ് എന്നെ അറിയുന്നവർ മാത്രമേ എന്നെ ഇപ്പോൾ ഫാദർ എന്ന് വിളിക്കാറുള്ളൂ. ഫാദർ എന്ന സ്ഥാനത്ത് നിന്ന് സഭ എന്നെ നീക്കം ചെയ്തിട്ട് ഒരുപാടായി. അതൊരു നീണ്ട കഥയാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും ഇസയ്ക്ക് പറഞ്ഞു തരാം. പക്ഷെ ഫാദർ, മരണാനന്തര ചടങ്ങുകൾ ചെയ്യണമെങ്കിൽ ഫിലിപ്പിന്റെ ശരീരം നമുക്ക് കണ്ടുകിട്ടണ്ടേ? മാസങ്ങളോളം പോലീസ് അന്വേഷിച്ചിട്ടും ഫിലിപ്പിനെ പറ്റി ഒരു അറിവും ലഭിക്കാത്ത സ്ഥിതിക്ക് ഫിലിപ്പിന്റെ ശരീരം എങ്ങനെ കണ്ടെത്തുമെന്നാ ചാർലി ഫാദറിനോട് ചോദിച്ചു. അതൊരു ചോദ്യമാണ് ചാർലി. പക്ഷെ നമ്മൾ ഫിലിപ്പിന്റെ ശരീരം കണ്ടെത്തിയേ മതിയാവും. നമ്മുടെ കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ട് ഫിലിപ്പിന്റെ ശരീരം ഈ പോണക്കാട്ടിൽ എവിടെയോ ഉണ്ട്. ഫാദർ, ആത്മാവെന്ന നിലയ്ക്ക് ഫിലിപ്പ് നമ്മളെ പലവട്ടം സഹായിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകും മുന്നേ നമുക്ക് ചെയ്യേണ്ടത് ദുരാത്മാവായ കരോളിനയുടെ ആത്മാവിന് ശാന്തി കൊടുക്കുകയല്ലേ? അതെ, അങ്ങനെ തന്നെയാ ചെയ്യണ്ടേ. പക്ഷേ ചാർലി, ഫിലിപ്പ് നമ്മളെ രക്ഷിച്ച പോലെ ആ രാത്രി കരോളിനയുടെ ആത്മാവും നിങ്ങളെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ? സമന്യ നേരത്തെ പറഞ്ഞില്ലേ, സമന്യയുടെ ബോധം അറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നതിനിടയിൽ ഒരു സ്ത്രീയുടെ രൂപം സമന്യയുടെ മുന്നിലൂടെ പുറത്തു നിൽക്കുന്ന ചാർലിയുടെ രൂപത്തിന്റെ അടുത്തേക്ക് നടന്നകന്നുവെന്നും പിന്നീട് ബോധം വന്നപ്പോ സമന്യ ബംഗ്ലാവിന്റെ വാതിൽപ്പടിയിൽ കിടക്കുകയായിരുന്നുവെന്നും. കരോളിനിക്ക് സമന്യയെ അപായപ്പെടുത്തുവാനാണെങ്കിൽ അപ്പോഴും ആവുമായിരുന്നു, ശരിയല്ലേ? സമന്യ നിലത്ത് വീണ സമയത്ത് കരോളിനിക്ക് സമന്യയെ അപായപ്പെടുത്താമായിരുന്നു. ഫാദർ ചാർലിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഫാദർ എന്താ പറഞ്ഞു വരുന്നേ? കരോളിനെയാണ് ആ രാത്രി ഞങ്ങളെ രക്ഷിച്ചതെന്നോ? അതെ, ഫിലിപ്പിന്റെ ആത്മാവ് ചാർലിയെ രക്ഷിച്ചപ്പോ കരോളിന സമന്യയെ രക്ഷപ്പെടുത്തി. പക്ഷേ ആരിൽ നിന്നുമാണ് ഞങ്ങളെ രക്ഷിച്ചത്? എന്തിനാ അവർ ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ആരാണ് ഞങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നേ? എന്തിനാ ഞങ്ങളെ കൊലപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നേ? ഞങ്ങൾ ഇവിടെയുള്ളവരല്ലല്ലോ. ചാർലി ഒരുപാട് ചോദ്യങ്ങളോടെ ഫാദറിനെ നോക്കി. അതെ, നിങ്ങൾ ഇവിടെയുള്ളവരല്ല. ഞാനും പോളും ഇവിടുത്തുകാരല്ല. കൊല്ലപ്പെട്ട ഫിലിപ്പും ഈ പോണക്കാട്ടുകാരനല്ല. ഇതുവരെ എന്ത് സംഭവിച്ചെന്നറിയാത്ത പാരാനോർമൽ ഫൗണ്ടേഷനിലെ ആ 3 വിദ്യാർത്ഥികൾ, അവരും ഈ നാട്ടുകാരല്ല. കള്ളൻ കുമാരൻ ഒഴിച്ചാൽ ആ ബംഗ്ലാവിൽ മരണപ്പെട്ടവരും മരണത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടവരും ആരും ഈ നാട്ടുകാരല്ല. അതുതന്നെയാണ് ഈ പ്രേതകഥയുടെ പ്രധാന ഹൈലൈറ്റ്. കൊല്ലപ്പെട്ടവർ എല്ലാവരും തന്നെ ആ ബംഗ്ലാവിനെ കുറിച്ച് അറിയാൻ വന്നവരാണ്, അതും മറ്റൊരു നാട്ടിൽ നിന്നും. അറിയാതെയാണെങ്കിലും നിങ്ങളും അതിനകത്തേക്ക് പ്രവേശിച്ചു. നിങ്ങളും ആക്രമിക്കപ്പെട്ടു. നിങ്ങളെ സഹായിക്കാമെന്ന ഞങ്ങളും ആക്രമിക്കപ്പെട്ടു. ഏതു വിധേനയും നിങ്ങളെയും എന്നെയും അവർ കൊലപ്പെടുത്തും. കാരണം ആ ബംഗ്ലാവിനെ പറ്റി കഥയുണ്ടാക്കിയവർക്ക് ആ ബംഗ്ലാവ് ഒരു പ്രേതാലയം പോലെ എന്തും നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനാണ് അവർ ഭയത്തിന്റെ ചീളുകൾ ആളുകൾക്കിടയിൽ പരത്തുന്നത്. ആളുകളിൽ ഭയമുണ്ടാക്കിയാലേ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുള്ളൂ. പക്ഷേ ആരാണ് ഫാദർ? ഭൂതവും പ്രേതവും അല്ലെങ്കിൽ ആരേതൊക്കെ ചെയ്യുന്നേ? ആർക്കാണ് ആ ബംഗ്ലാവ് ഒരു പ്രേതാലയമായി നിലനിൽക്കേണ്ടത്? ഞാൻ ഫാദർ ഡേവിഡാ, അല്ലാതെ ജീവൻ അഗസ്റ്റിനല്ല നിഗമനത്തിലൂടെ വില്ലന്മാരാരാണെന്ന് മനസ്സിലാക്കാൻ. ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി പറഞ്ഞതുപോലെ ആ ബംഗ്ലാവിനകത്തേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കണം. നമ്മൾ വീണ്ടും പ്രവേശിച്ചാൽ ഭയം പരത്തിയവർ വീണ്ടും അസ്വസ്ഥരാവും. ഉറപ്പായും നമ്മളെ അവർ ആക്രമിക്കും. ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ചാർലിയെ നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു. ഇല്ല ഫാദർ, അമ്മാവന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദിമിത്രിയെ ഭയന്ന് ഞങ്ങൾ ഓടാൻ തുടങ്ങിയത്. അതുകൊണ്ടാ സ്വന്തം നാടുവിട്ട് ഈ പോണക്കാട്ടിലെത്തപ്പെട്ടത്. ആ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറിയ അന്നു മുതൽ മരണം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഐസ പറഞ്ഞത് അതുതന്നെയാണ് ഫാദറും പറയുന്നത്. ഇനിയും ഒളിച്ചോട്ടം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഓടേണ്ടി വരും. എന്റെ തീരുമാനം അന്തിമമാണ്. ഞാൻ എന്തായാലും ആ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് ഇപ്പം മടങ്ങാം. പോളിനെയും സമന്യയെയും ഇസയെയും മാറി മാറി നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഇല്ല ചാർലി, ഞാൻ ഇനി നിന്നെ തടയുന്നില്ല. ഞാനുണ്ട് നിന്റെ ഒപ്പം.
ചാർലിയുടെ തോളിൽ തട്ടി പോൾ പറഞ്ഞു. സമന്യയും തയ്യാറാണെന്ന് പറയും പോലെ ചാർലിയുടെ കൈകളിൽ പിടിച്ചു. ഞാനും ചാർലിയുടെ ഒപ്പം. എനിക്കറിയണം എങ്ങനെ എൻ്റെ ഡാഡ് കൊല്ലപ്പെട്ടതെന്ന്, ആരാണ് കൊലപ്പെടുത്തിയതെന്ന്. ചാർലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇസ പറഞ്ഞു. ഫാദർ കേട്ടില്ലേ, ഞങ്ങൾ എല്ലാവരും തയ്യാറാ. ഞങ്ങൾക്ക് ആർക്കും തെല്ലുപോലും ഭയമില്ല, ഒരു പ്രേതത്തെയും മനുഷ്യനെയും. ഫാദർ പറ, നമുക്ക് എപ്പോൾ ബംഗ്ലാവിനകത്തേക്ക് പ്രവേശിക്കാം? ഇവിടെ 2 ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുന്നുണ്ട് ചാർലി. അവരുമായി എനിക്ക് സംസാരിക്കണം. അതിന് ചില ഒരുക്കങ്ങൾ അത്യാവശ്യമാണ്. 6 മണിക്കൂർ 6 മണിക്കൂർ ധ്യാനത്തിന് ശേഷം നമ്മൾ ഇന്ന് രാത്രി തന്നെ ആ ബംഗ്ലാവിൽ കയറും. ഇന്നത്തോടെ ആ ബംഗ്ലാവിനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമ്മൾ കണ്ടെത്തും. മനസ്സിൽ എന്തോ ഉദ്ദേശിച്ചതുപോലെ പറഞ്ഞുകൊണ്ട് ഫാദർ ധ്യാനത്തിനും ഒരുക്കങ്ങൾക്കുമായി മുറിയിലേക്ക് നടന്നു. 6 മണിക്കൂറുകൾക്ക് ശേഷം ഫാദർ ധ്യാനത്തിനും ഒരുക്കത്തിനും ശേഷം മുറി തുറന്ന് പുറത്തിറങ്ങി. ചാർലിയും ബാക്കിയുള്ളവരും ഫാദറിനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ചാർലി. മുറിയിൽ നിന്നിറങ്ങി വന്ന ഫാദർ ചാർലിയോട് പറഞ്ഞു. ഞങ്ങളും റെഡിയാണ് ഫാദർ. പോളാണത് പറഞ്ഞത്. പക്ഷേ ഞാനും ചാർലിയും മാത്രമേ ബംഗ്ലാവിനകത്തേക്ക് പോകുന്നുള്ളൂ. പോളിനെ നോക്കി ഫാദർ പറഞ്ഞു. അതെന്താ ഫാദർ? എല്ലാവരും അതിനകത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞാ? ചാർലി മുഴുവനാക്കാതെ ഫാദറിനോട് ചോദിച്ചു. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായാൽ ഒരുപക്ഷെ ആത്മാക്കളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. സമന്യയ്ക്കും പോളിനും ഇസയ്ക്കും ബൈബിള് നൽകിക്കൊണ്ട് ഫാദർ പറഞ്ഞു. ഫാദർ അത് പറഞ്ഞപ്പോൾ സമന്യ ചാർലിയെ നോക്കി. അവൾക്ക് ചാർലി കൂടെയില്ലാതെ ആ ബംഗ്ലാവിനകത്തേക്ക് പോകുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഞാനും കൂടി വരട്ടെ ഫാദർ? ചാർലിയെ നോക്കിക്കൊണ്ട് സമന്യ ഫാദറിനോട് ചോദിച്ചു. നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു സമന്യ. ചാർലിക്ക് ഒരു അപകടവും വരില്ല. എല്ലാം നല്ല രീതിയിൽ നടക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കേ. സമന്യയുടെ തോളിൽ തട്ടിക്കൊണ്ട് ഫാദർ പറഞ്ഞു. എന്നാ ഇറങ്ങാം. ഫാദർ മേശപ്പുറത്തിരുന്ന ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് ചാർലിയോടായി പറഞ്ഞു. ഈ ബാഗ് എന്തിനാ ഫാദർ? ചാർലി സംശയത്തോടെ ഫാദറിനോട് ചോദിച്ചു. ഒരു മുൻകരുതലാണ് ചാർലി, വഴിയെ പറയാം. പോകാനായി പുറത്തേക്കിറങ്ങിയ ചാർലിയുടെ അടുത്തേക്ക് പോൾ നടന്നു വന്നു. പോളിന്റെ കണ്ണുകൾ ചെറുതായി കലങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അമ്മാവ ഇത്? എനിക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ കൂടെ ഫാദർ അല്ലേ? ഞാൻ തിരിച്ചു വരും അമ്മാവ. ചാർലി അത് പറയലും പോൾ അവനെ കെട്ടിപ്പിടിക്കലും ഒരുമിച്ചായിരുന്നു. പോയി വാ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, പ്രാർത്ഥനകളോടെ നിന്റെ വരവിനെയും കാത്ത്. കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പോൾ പറഞ്ഞു. സമന്യയെയും പോളിനെയും മിസ്സയെയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ചാർലി ഫാദറിനൊപ്പം ആ ബംഗ്ലാവ് നോക്കി നടന്നു. ഇനി ഏകദേശം എത്ര ദൂരം ഉണ്ടാവും ബംഗ്ലാവിലേക്ക്? നടത്തത്തിനിടയിൽ ഫാദർ ചാർലിയോട് ചോദിച്ചു. ഇനി അധികമില്ല ഫാദർ, നമ്മൾ എത്താറായി. തേയിലച്ചെടികൾ കാടുപിടിച്ചു കിടക്കുന്ന വഴിയിലൂടെ ചാർലി മുന്നിലും ഫാദർ പിന്നിലുമായി നടന്നു. ആ, അവരെ കൊണ്ടുവരാതിരുന്നത് നന്നായി, ചാർലി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആരെ? അത് കേട്ട് ഫാദർ ചോദിച്ചു. അമ്മാവനെയും സമന്യയും മിസ്സേയും. അവരെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഫാദർ അവരോട് വരേണ്ടതില്ല എന്ന് പറയുന്നേ. അത് കേട്ടപ്പോൾ ഫാദർ ചിരിച്ചു. അറിയാൻ ചാർലി, മനഃപൂർവ്വമാണ് അവരെ ഒഴിവാക്കിയത്. പ്രേതങ്ങളെ ആത്മാക്കളെ എൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ എനിക്കാവും. പക്ഷെ മനുഷ്യരെ എതിർത്ത് തോൽപ്പിക്കാൻ എനിക്കാവില്ല. അപകടമാണെന്നറിഞ്ഞും അവരെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടെന്ന് തോന്നി. അതാണ് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായാൽ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേ. ഈ തകർന്നു കിടക്കുന്ന വീടുകളൊക്കെ? നടന്നു പോകുന്ന വഴിയിൽ തകർന്നു കിടക്കുന്ന വീടുകൾ നോക്കി ഫാദർ ചാർലിയോട് ചോദിച്ചു. അതൊക്കെ സ്റ്റാൻലി സാഹിബിന്റെ കാലത്ത് പണികഴിപ്പിച്ചതാ. തേയില ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്കായി പണിതതാണ് ഈ വീടുകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം പൂർണ്ണമായി നിർത്തുകയും പിന്നീട് വന്ന ഗവൺമെന്റ് ഫാക്ടറി ഏറ്റെടുക്കുകയും ചെയ്തു. നാളുകൾക്ക് ശേഷം തൊഴിലാളി സമരത്തെ തുടർന്ന് ഫാക്ടറി അടച്ചിട്ടപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളികളിൽ പലർക്കും ഈ പോണക്കാട് വിടേണ്ടി വന്നു. പോരാത്തതിന് ആ ബംഗ്ലാവിനുള്ളിലെ പ്രേതത്തിന്റെ കഥയും ഇവിടെ താമസിച്ചിരുന്നവരിൽ ഭീതി പരത്തി. ഭയം മൂലം ശേഷിച്ച തൊഴിലാളികളും ഇവിടം വിട്ടു. അതോടെ തൊഴിലാളികൾക്കായി പണിത ഈ വീടുകളിൽ ആൾതാമസമില്ലാത്തതുകൊണ്ട്, നോക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് നാശം സംഭവിച്ചു. കാടുപിടിച്ചു കിടക്കുന്ന തേയിലച്ചെടികളെപ്പോലെ ഈ വീടുകളും അനാഥമായി. മറ്റൊരർത്ഥത്തിൽ തൊഴിലില്ലായ്മയും പ്രേതകഥകളും ഈ പരിസരത്തേക്കുള്ള ആളുകളുടെ വരവിനെ ശരിക്കും ബാധിച്ചു എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഈ പോണക്കാട് എന്നൊരു സ്ഥലം, അതും ഈ കാടിനകത്ത് ഇങ്ങനെയൊരു ഗ്രാമം ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ലെന്നാ ഫാദർ ഒരു സംശയത്തോടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ പോണക്കാട് എന്നൊരു ഗ്രാമം ബ്രിട്ടീഷുകാരുണ്ടാക്കിയെടുത്തതാണ്. കാട് വെട്ടിത്തെളിച്ച് തേയില നട്ടുപിടിപ്പിച്ച് കച്ചവടത്തിന്റെ സാധ്യതകൾ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരന്റെ ഇച്ഛാശക്തിയാണ് യഥാർത്ഥത്തിൽ പോണക്കാട് എന്ന ഗ്രാമം. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വൈദ്യുതി പട്ടണങ്ങളിൽ മാത്രം കണ്ടിരുന്ന പ്രതിഭാസമായിരുന്നു. ആ കാലത്ത് കാട് വെട്ടിത്തെളിച്ചുകൊണ്ടുണ്ടാക്കിയ കുഗ്രാമമായിരുന്ന പോണക്കാട്ടിൽ അവർ വൈദ്യുതി കൊണ്ടുവന്നു. വൈദ്യുതി ലഭിക്കാൻ വേണ്ടി മാത്രമായി അവർ ഡാം നിർമ്മിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് എല്ലാം തികഞ്ഞ ഗ്രാമമായിരുന്നു പോണക്കാട്. പല നാടുകളിൽ നിന്നുമായി നിരവധി ആളുകളാ തേയില ഫാക്ടറിയിലെ പണിക്കായി പോണക്കാട്ടേക്ക് വരാനും തുടങ്ങിയത്. തേയില ഫാക്ടറിയിലെ മാനേജർമാരായി പലരും വന്നെങ്കിലും
ഇവിടുത്തെ ആളുകൾക്ക് പ്രിയം സ്റ്റാൻലി സായിപ്പിനോടായിരുന്നു. സായിപ്പ് വന്നു കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം അയാളുടെ ഭാര്യയും ഇവിടെ എത്തി. ഇവിടുത്തെ സൗകര്യങ്ങൾ ഭാര്യ കരോളിനിക്ക് പറ്റാതെ വന്നപ്പോഴാ സായിപ്പ് ബംഗ്ലാവ് പണിയുന്നേ. ബംഗ്ലാവിന്റെ പണി കഴിഞ്ഞ് അധികമായില്ല അവരുടെ കുട്ടി എങ്ങനെയോ മരിച്ചു. കുട്ടിയുടെ അപ്രതീക്ഷിതമായ മരണം കരോളിനിയുടെ സമനില തെറ്റിച്ചു. അങ്ങനെ ഉന്മാദത്തിന്റെ തീവ്രതയിൽ ഒരുനാൾ കരോളിന് സായിപ്പിനോട് പറയാതെ ഈ ബംഗ്ലാവ് വിട്ടുപോയി. അതിൽ പിന്നെ സായിപ്പോ നാട്ടുകാരോ ആരും കരോളിനെ കണ്ടിട്ടേയില്ല. ഭാര്യയെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ സായിപ്പും പോണക്കാട് വിട്ടുകൊണ്ട് ലണ്ടനിലേക്ക് മടങ്ങി. പിന്നീടാണ് സ്റ്റാൻലി സായിപ്പ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പണികഴിപ്പിച്ച ബംഗ്ലാവ് പ്രേത ബംഗ്ലാവായി മാറിയത്. നാട്ടുകാരിൽ ചിലർ അതിനകത്തൊരു സ്ത്രീയുടെ സാന്നിധ്യത്തെയും കരച്ചിൽ പോലെയുള്ള ശബ്ദം കേട്ടിട്ടുണ്ടെന്നും പറയുന്നു. നാട്ടുകാർ പറഞ്ഞത് വിശ്വസിക്കാതെ അതിനകത്തേക്ക് മോഷ്ടിക്കാൻ കയറിയ കള്ളൻ കുമാരന്റെ മരണം, പാരാനോർമൽ ഫൗണ്ടേഷനിലെ വിദ്യാർത്ഥികളുടെ തിരോധാനം ആ ബംഗ്ലാവിനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആക്കി മാറ്റി. പോലീസിനൊന്നും ഒരു തെളിവ് പോലും അതേപ്പറ്റി കണ്ടെത്താനായില്ല. പിന്നീട് ഈ ബംഗ്ലാവിനെക്കുറിച്ച് കേട്ട കഥകളുടെ സത്യം തേടി ആളുകൾ ഇവിടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ജനത്തിന്റെ സുരക്ഷയെ മാനിച്ച് സർക്കാർ കാട് തുടങ്ങുന്നിടത്ത് ചെക്ക് പോസ്റ്റ് കൊണ്ടുവരികയും പോണക്കാട് നിവാസികളല്ലാത്ത ആളുകളെ ഇവിടേക്ക് കടത്തിവിടാതിരിക്കാനും ചെയ്യാൻ തുടങ്ങി. പുറത്തുനിന്നുള്ളവരെ ഇവിടേക്ക് കടത്തിവിടാത്തതിനാൽ ഇവിടെ താമസിക്കുന്നവരല്ലാതെ മറ്റാരും ഇങ്ങോട്ട് വരാതെയായി. പോണക്കാട് എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു. ഫാക്ടറി പൂട്ടിയതോടെ പല ആളുകളും ഇവിടെ നിന്നും ജോലിക്കായി മറ്റൊരിടത്തേക്ക് പോകാൻ തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം ആളുകളും ഫാക്ടറി ഉണ്ടായിരുന്ന സമയത്ത് ജോലിക്കായിട്ട് വന്നവരാ. മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ എന്തോ കണ്ടപ്പോ ചാർലി പറഞ്ഞു നിർത്തി. ശേഷം തുടർന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആ ക്രിസ്മസ് മരം കണ്ടോ? അവിടെയാ ബംഗ്ലാവ്. നമ്മൾ എത്താറായി ഫാദർ. വളരെ അകലെയല്ലാതെ നിൽക്കുന്ന ക്രിസ്മസ് മരം ഫാദറിന് കാണിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. അവിടെ നിന്നും അധിക സമയം എടുത്തില്ല അവർ ആ ബംഗ്ലാവിന്റെ മുന്നിലെത്താൻ. 24 MB ബംഗ്ലാവിന്റെ മതിലിൽ എഴുതിയിരിക്കുന്നത് വായിച്ചുകൊണ്ട് ഫാദർ പറഞ്ഞു. അതെ ഫാദർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ പ്രധാന ഹോണ്ടഡ് പ്ലേസുകളിലൊന്നായ 24 MB ബംഗ്ലാവിന് മുന്നിലാണ്. ചാർലി അത് പറഞ്ഞുകൊണ്ട് പതിയെ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നു. അവരിരുവരും തുറന്ന ഗേറ്റിലൂടെ ബംഗ്ലാവിന്റെ അടുത്തേക്കായി നടന്നു. ബംഗ്ലാവിന്റെ ഡോറ് കുറ്റിയിടാതെയായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും അതിനകത്തേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ ആ രാത്രി ഇതിനകത്തേക്ക് പ്രവേശിച്ചപ്പോ ഇതിനകം പ്രകാശപൂരിതമായിരുന്നു. പനിനീരിന്റെ മണം കൊണ്ട് നിറഞ്ഞിരുന്നു. ചാർലി ടോർച്ച് അടിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ഒരുപക്ഷെ കരോളിനിയുടെ പ്രസൻസ് ഉണ്ടായിരുന്ന സമയമായിരിക്കണോ അത്? ഫാദർ മറുപടി കൊടുത്തു. അപ്പോൾ കരോളിനിയുടെ പ്രസൻസ് ഇപ്പോഴില്ലെന്നാണോ ഫാദർ പറയുന്നേ? ഫാദർ അതിന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ബംഗ്ലാവിന്റെ ഹാൾവേ കടന്നുകൊണ്ട് അവർ ബംഗ്ലാവിന്റെ പല മുറികളിലും കയറി. ഓരോ മുറികളിൽ കയറുമ്പോഴും ചാർലി എന്തോ തേടുന്ന പോലെയുള്ള ഭാവം കണ്ടപ്പോ ഫാദർ ചാർലിയോട് ചോദിച്ചു, ചാർലി എന്താ തിരയുന്നേ? ഫിലിപ്പ് ഈ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു മുറിയിലേക്ക് കയറിയിരുന്നു. ഫിലിപ്പിന്റെ ക്യാമറയിൽ ആ മുറിയും അതിനകത്തുണ്ടായിരുന്ന പേഗൻ ദൈവങ്ങളുടെ രൂപങ്ങളും പകർത്തപ്പെട്ടിരുന്നു. ആ മുറി ഏതാണെന്ന് തിരയുകയായിരുന്നു. പേഗൻ ദൈവങ്ങളോ? അതെ, വിക്കൻ ദൈവങ്ങൾ. കരോളിനെയോ സ്റ്റാൻലി സായിപ്പോ വിക്കൻ വിശ്വാസികളായിരുന്നു. ഒരു മുറിയുടെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ചാർലി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഈ മുറിയായിരിക്കും എന്നാ. പാതി തുറന്നിട്ടിരുന്ന മുറി തുറക്കുന്നതിനിടയിൽ ചാർലി പറഞ്ഞു, യെസ്, ഇത് തന്നെ. മുറി തുറന്ന് ചാർലിയുടെ ടോർച്ചിന്റെ വെളിച്ചമെത്തിയത് ആ മുറിക്കകത്തുണ്ടായിരുന്ന വിക്കൻ ദൈവങ്ങളുടെ മുകളിലായിരുന്നു. ഫാദർ അത്ഭുതത്തോടെ ആ രൂപങ്ങളിലേക്ക് നോക്കി നിന്നു. അതെ, വിക്കൻ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ പുരുഷ ദൈവവും സ്ത്രീ ദൈവവുമാണിത്. വശങ്ങളിലെ മെഴുകുതിരികൾ, ചുമരിലെ പെൻഡഗ്രാം. അങ്ങനെയെങ്കിൽ ഫാദർ മുഴുവനാക്കാതെ സംശയത്തോടെ പറഞ്ഞു നിർത്തി. അങ്ങനെയെങ്കിൽ ചാർലി, ഇത് വെറുമൊരു മുറിയല്ല, അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ഥലമാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ, വിക്കൻ വിശ്വാസികൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന അൾത്താര. ഈ രൂപങ്ങളുടെ വശങ്ങളിൽ കാണുന്ന മെഴുകുതിരികൾ, ചുമരിലെ പെൻഡഗ്രാം, ഇതെല്ലാം അവരുടെ അൾത്താരയുടെ പ്രതീകങ്ങളാണ്. രൂപങ്ങളിലേക്കും പെൻഡഗ്രാമിലേക്കും നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു. ചാർലി ആ രൂപങ്ങളും മെഴുകുതിരികളും ഉണ്ടായിരുന്ന മേശയുടെ എല്ലാ വശങ്ങളിലും ടോർച്ചടിച്ചു നോക്കി. പെട്ടെന്ന് ചാർലിയുടെ കൈതട്ടി മേശപ്പുറത്തിരിക്കുന്ന മെഴുകുതിരിയിലൊന്ന് താഴേക്ക് വീണു. ചാർലി താഴെ വീണ് മെഴുകുതിരി എടുക്കാനായി കൈകൾ കൊണ്ടുപോയപ്പോൾ ആ മേശയുടെ താഴേക്കും ഒന്ന് നോക്കി. ശേഷം ടോർച്ചിന്റെ വെളിച്ചം മേശയുടെ താഴത്തെ ഭാഗത്തേക്ക് ചാർലി തിരിച്ചു. താഴെ എന്തോ കണ്ടെന്ന പോലെ ചാർലി പെട്ടെന്ന് തന്നെ താഴെ നിന്നും എഴുന്നേറ്റു. ഫാദർ, നമുക്ക് ഈ മേശ ഒന്ന് നീക്കണം. എന്തിനാ ചാർലി? കാര്യമുണ്ട്. ചാർലിയും ഫാദറും കൂടി മെഴുകുതിരികളും രൂപങ്ങളും ഉണ്ടായിരുന്ന ആ മേശ പതിയെ നീക്കി. ചാർലി ടോർച്ചിന്റെ വെളിച്ചം മേശയുണ്ടായിരുന്ന ഭാഗത്തേക്ക് നീട്ടിയടിച്ചു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവരിരുവരുടെയും മുന്നിൽ ഒരു രഹസ്യവാതിൽ പ്രത്യക്ഷമായി. അണ്ടർഗ്രൗണ്ട്? രഹസ്യവാതിൽ നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു. അതെ ഫാദർ, ഈ ബംഗ്ലാവിനെക്കുറിച്ച് പലരും പറഞ്ഞ കഥകളിൽ ഇതുവരെയും ആരും പറയാത്ത അണ്ടർഗ്രൗണ്ടിന്റെ വാതിൽ പതിയെ തുറന്നുകൊണ്ട് ചാർലി പറഞ്ഞു. ചാർലിയാണ് ആ രഹസ്യവാതിലിലൂടെ ആദ്യം താഴേക്കിറങ്ങിയത്. ചാർലിയുടെ പിന്നിലായി ഫാദറും അതിലൂടെ താഴേക്കിറങ്ങി.
എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്തേ ആരും ഇതിനകത്തുള്ള അണ്ടർഗ്രൗണ്ടിനെ പറ്റി പറയാതിരുന്നത്? എനിക്ക് ഉറപ്പാണ് ഫാദർ, ഈ അണ്ടർഗ്രൗണ്ട് തന്നെയാണ് ഈ ബംഗ്ലാവിനെ പറ്റിയുള്ള ഏറ്റവും വലിയ രഹസ്യം. അണ്ടർഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നതിനിടയിൽ ചാർലി ഫാദറിനോട് പറഞ്ഞു. താരതമ്യേന ഇടുങ്ങിയ വഴിയും വെളിച്ചത്തിന്റെ കുറവും കാരണം വളരെ പതുക്കെയാണ് അവർ ആ വഴിയിലൂടെ നടക്കുന്നത്. വഴിയിലൂടെ നീളൻ ചിലന്തികൾ തീർത്ത ചിലന്തി വലയും മാറാലയും കൈകൾ കൊണ്ട് ഭേദിച്ചുകൊണ്ട് അവർ മുന്നോട്ടുള്ള നടത്തം തുടർന്നു. ആ വഴിയുടെ വശങ്ങളിൽ വലിയ വലിയ മുറികളുണ്ടായിരുന്നു. പക്ഷേ ആ മുറികളെല്ലാം തന്നെ ശൂന്യവും താഴുകൊണ്ട് അടച്ചുമിട്ടിരുന്നു. എന്തിനായിരിക്കും സായിപ്പ് ബംഗ്ലാവിന് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയത്? പണ്ടൊക്കെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ജന്മികൾ വീടിനകത്ത് അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷേ അതുപോലെ എന്തെങ്കിലും ആയിരിക്കണം സായിപ്പ് ഈ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കാൻ കാരണം. ഒരിക്കലും മരണത്തെ സ്വീകരിക്കാൻ കഴിയാത്ത ഭീരുക്കൾ ഇതുപോലെയൊക്കെ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ഫാദറും ചാർലിക്ക് മറുപടി നൽകി. പക്ഷെ ഇത്രയും മുറികൾ എന്തിനായിരിക്കും പണിതത്? സാധാരണഗതിയിൽ 1-2 മുറികളാണ് അണ്ടർഗ്രൗണ്ടിൽ കാണാറുള്ളത്. ഇതിപ്പോ ഒരു ലോഡ്ജ് പോലെ ഇരുവശങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മുറികളുടെ മുന്നിലൂടെ നടന്നു പോകുന്നതിനിടയിൽ ചാർലി പറഞ്ഞു. ചാർലി, ഇത് കണ്ടോ? ഈ മുറിക്ക് ലോക്കില്ല. താഴില്ലാതെ ചാരിയിട്ടിരുന്ന ഒരു മുറിയെ നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഇത് ലോക്കല്ലല്ലോ. ചാർലി ചാരിയിട്ടിരുന്ന വാതിൽ പതിയെ തുറന്നുകൊണ്ട് പറഞ്ഞു. വാതിൽ തുറന്നതും 5-6 വവ്വാലുകൾ ചാർലിയുടെ തലയുടെ മുകളിലൂടെ പറന്നുപോയി. അവരിരുവരും തുറന്ന വാതിലിലൂടെ ആ മുറിയിലേക്ക് കയറി. ചാർലി ടോർച്ചിന്റെ വെളിച്ചം ആ മുറിയിലേക്ക് നീട്ടിയടിച്ചു. ചാർലി, അത് നോക്കിയേ. മുറിയുടെ മധ്യത്തിലായി തറയിൽ കണ്ട ചിതൽപുറ്റിലേക്ക് കൈചൂണ്ടി ഫാദർ ചാർലിയോട് പറഞ്ഞു. ചാർലി ആ ഭാഗത്തേക്ക് ടോർച്ചടിച്ചു. ശേഷം കാലുകൊണ്ട് ആ ചിതൽപുറ്റിളക്കി. ചിതൽപുറ്റ് നീങ്ങിയ ഭാഗത്തേക്ക് ചാർലി ടോർച്ചടിച്ചു. എന്നിട്ട് താഴേക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണ് കുറച്ച് കയ്യിലെടുത്തു. ഫാദർ, മണ്ണ്! കയ്യിലുള്ള മണ്ണ് ഫാദറിന് നേരെ നീട്ടിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ വിരലുകൾ കൊണ്ട് മണ്ണിൽ പിടിച്ചു നോക്കി ചാർലിയെ നോക്കി. ഈ മണ്ണ് കണ്ടില്ലേ? ഇവിടെ ആരോ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ കുഴിച്ചവർ മറച്ചിട്ടുമുണ്ട് ഫാദർ. കാലുകൾ കൊണ്ട് ബാക്കിയുള്ള ചിതൽപുറ്റ് നീക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് കുഴിക്കണം. തറയിലെ മണ്ണ് കണ്ട ഭാഗം നോക്കി ചാർലി ഫാദറിനോട് പറഞ്ഞു. ഫാദർ അത് കേട്ടപ്പോൾ മുറിയുടെ ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടി. ഒരു തൂമ്പയിലേക്കായിരുന്നു ഫാദർ കൈ ചൂണ്ടിയത്. കുഴിച്ചവര് തൂമ്പ പോലും കൊണ്ടുപോയിട്ടില്ല. തുരുമ്പുകൊണ്ട് അല്പം ദ്രവിച്ച തൂമ്പ കയ്യിലെടുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ, ഈ ടോർച്ച് ഇങ്ങോട്ടൊന്ന് അടിക്കാമോ? ഫാദറിന്റെ കയ്യിലേക്ക് ടോർച്ച് കൊടുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. ശേഷം മണ്ണ് കണ്ട ഭാഗത്ത് തൂമ്പ കൊണ്ട് ആഞ്ഞു കുഴിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം തൂമ്പ എന്തിലോ കുടുങ്ങിയപ്പോൾ ചാർലി തൂമ്പയുടെ ഇരുവശത്തുമുള്ള മണ്ണ് കൈകൊണ്ട് മാറ്റി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർക്ക് മുന്നിൽ വലിയൊരു പെട്ടി കാണാനായി സാധിച്ചു. ഫാദർ, പെട്ടിയിലേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ ആ പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചാർലി, ഇരുവശങ്ങളിലെ ആ മണ്ണ് നീക്കി പെട്ടിയൊന്ന് പുറത്തേക്കെടുത്തേ. ചാർലി ഫാദർ പറഞ്ഞതുപോലെ വശങ്ങളിലെ മണ്ണ് നീക്കി പെട്ടി പുറത്തേക്കെടുത്തു. ശേഷം അതിന്റെ മൂടി പതിയെ എടുത്ത് താഴേക്ക് ഇറക്കി വെച്ചു. ഹോളി ജീസസ്! പെട്ടി തുറന്നപ്പോൾ അതിലെ കാഴ്ച കണ്ട ഫാദർ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി തുറന്ന പെട്ടിയിൽ ഒരു അസ്ഥികൂടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെട്ടിയിലെ അസ്ഥികൂടത്തെ കണ്ടപ്പോൾ ചാർലി അറിയാതെ വായയും മൂക്കും പൊത്തി. ഫാദർ! ചാർലി മുഴുവനാക്കാതെ ഫാദറിന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം ഒരു സംശയത്തോടെ ആ അസ്ഥികൂടത്തിലേക്ക് നോക്കി. കരോളിന? അതെ, കരോളിന തന്നെയാണിത്. ഫാദർ, ആ മാല കണ്ടോ? ആ തൂങ്ങിക്കിടക്കുന്ന പെൻഡന്റ് കണ്ടോ? കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ഫോട്ടോകൾ തിരഞ്ഞുകൊണ്ട് ചാർലി പറഞ്ഞു. അതെ, ഇത് തന്നെ. നമുക്ക് ലഭിച്ച കരോളിനയുടെ പെയിന്റിംഗ് മൊബൈലിലെടുത്തതാണ് ഈ ഫോട്ടോ. മൊബൈലിലെ ഫോട്ടോ ഫാദറിന് കാണിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. സായിപ്പ് വരച്ച കരോളിനയുടെ ചിത്രമാണിത്. സൂക്ഷിച്ചു നോക്കിയാ കരോളിനയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയും പെൻഡന്റും കാണാം. അതെ, മാലയും പെൻഡന്റും ഞാനും കണ്ടു. കരോളിനയുടെ പെയിന്റിങ്ങിൽ കാണുന്ന അതേ മാലയും പെൻഡന്റുമാണ് ഈ അസ്ഥികൂടത്തിന്റെ കഴുത്തിലും കാണുന്നത്. സോ ഫാദർ, ഇതാണ് നമ്മുടെ കഥയിലെ നായിക. ഇതാണ് കരോളിന. ചാർലി അത് പറഞ്ഞു തീർത്തതും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ മുറിയുടെ വാതിൽ അതിശക്തിയിൽ അടഞ്ഞ ശബ്ദമായിരുന്നു അവർ കേട്ടത്. ശബ്ദത്തിന്റെ അകമ്പടി എന്ന പോലെ ആ മുറിയിലേക്ക് പനിനീരിന്റെ മണം വ്യാപിക്കാൻ തുടങ്ങി. അതിനൊപ്പം ആ മുറിക്കകത്തെ ബൾബുകൾ പ്രകാശിക്കുവാനും തുടങ്ങി. അതുവരെ ഉണ്ടായിരുന്ന ഫാദറിന്റെ മുഖത്തെ ഭാവം മാറുന്നത് കണ്ടപ്പോൾ ചാർലി ഫാദറിനോട് ചോദിച്ചു. പനിനീരിന്റെ മണവും അടഞ്ഞുകിടക്കുന്ന ബൾബുകൾ പ്രകാശിക്കാനും തുടങ്ങിയിരിക്കുന്നു. കരോളിനയുടെ പ്രസൻസിന്റെ സൂചകങ്ങൾ അല്ലേ ഫാദർ? ഫാദർ അപ്പോഴും ആ അസ്ഥികൂടത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആരോ കരയുന്ന ശബ്ദം അവരിരുവരുടെയും കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു അവർ കേട്ടത്. ആ കരച്ചിലിനോടൊപ്പം ഏതോ ഭാഷയിൽ ആ സ്ത്രീ സംസാരിക്കുന്നതും അവർക്ക് കേൾക്കാനായി. പതിയെ പതിയെ ആ കരച്ചിലിന്റെ വ്യാപ്തി കൂടി വരുന്നത് ഫാദറും ചാർലിയും മനസ്സിലാക്കുകയായിരുന്നു.
ആ സ്ത്രീയുടെ കരച്ചിലിന്റെ ശബ്ദം പതിയെ ചിരിയിലേക്ക് മാറുന്നത് കേട്ടപ്പോൾ ഫാദറിന്റെ മുഖം പെട്ടെന്ന് മാറി. ഫാദർ ബാഗ് തുറന്ന ഒരു ചെറിയ പുസ്തകവും ഒരു കൊന്തമാലയും ചാർലിയുടെ കയ്യിൽ പിടിപ്പിച്ചു. അപ്പോഴേക്കും ആ സ്ത്രീയുടെ ചിരി വലിയ അട്ടഹാസങ്ങളിലെത്തിയിരുന്നു. ഫാദർ ചാർലിയുടെ കയ്യിൽ നിന്നും നേരത്തെ നൽകിയ പുസ്തകം വാങ്ങി അതിലെ പേജുകൾ പെട്ടെന്ന് മറിച്ചുകൊണ്ടിരുന്നു. ഏതോ ഒരു പേജ് എത്തിയപ്പോൾ വീണ്ടും അതേ പുസ്തകം ചാർലിയെ ഏൽപ്പിച്ചു. ചാർലി, നമ്മൾ കാത്തിരുന്ന സമയമടുത്തു. ഇനിയുള്ള നിമിഷങ്ങൾ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നത്. ഇനിയുള്ള നിമിഷങ്ങളിൽ പല മായക്കാഴ്ചകളും ചാർലി കാണും. വിചിത്രമായ ശബ്ദങ്ങളും കേൾക്കും. അതിനൊന്നും കണ്ണും കാതും കൊടുക്കാതെ ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രമേ ചാർലി ചെയ്യാവൂ. മറുത്തൊന്നും പറയാൻ നിൽക്കാതെ പറഞ്ഞതുപോലെ ചെയ്തോണം. പിതാവിന്റെ അനുഗ്രഹം നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു ദുഷ്ടശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ആർ യു റെഡി ഫോർ ദിസ്? ചാർലിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു. ചാർലി ശരിയെന്ന രീതിയിൽ തലയാട്ടി. ഫാദർ തുടർന്നു. ഗുഡ്. ഈ പേജ് മുതലുള്ള കാര്യങ്ങൾ ചാർലി ഉറക്കെ ചൊല്ലണം. ഒരവസരത്തിലും ഇത് നിർത്തരുത്. ഞാൻ പറയുന്നതുവരെ ഇതിലെ പ്രാർത്ഥനകൾ തുടരണം. റോമിൽ നിന്നും കൊണ്ടുവന്ന വാഴ്ത്തപ്പെട്ട ഈ കൊന്ത എല്ലാ പൈശാചിക ശക്തിയിൽ നിന്നും നിന്നെ രക്ഷിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നാ തുടങ്ങാം. ഫാദർ അത്രയും പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും ബൈബിളും വേറെ കുറച്ച് സാധനങ്ങളും പുറത്തേക്കെടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. ചാർലി ഫാദർ കൊടുത്ത പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. പൈശാചികമായി അട്ടഹസിക്കുന്ന ആ സ്ത്രീയുടെ ശബ്ദം പതിയെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പൈശാചികമായി അട്ടഹസിക്കുന്ന ആ സ്ത്രീയുടെ ശബ്ദം പതിയെ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ചാർലി ആ നിമിഷം പ്രാർത്ഥന ചൊല്ലുന്നത് നിർത്തിയ ശേഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ചാർലി, ഞാൻ പറഞ്ഞില്ലേ, ഭയക്കരുത്. നമ്മളെ ഭയപ്പെടുത്താൻ പല രീതിയിലും അവൾ നോക്കും. എന്തു വന്നാലും ഞാൻ പറയുന്നവരെ പ്രാർത്ഥനകൾ തുടരുക. ചാർലിക്ക് ധൈര്യം നൽകുന്നത് പോലെ ഫാദർ വീണ്ടും ചാർലിയോട് പറഞ്ഞു. പെട്ടെന്ന് അതിശക്തമായ കാറ്റ് ആ മുറിയിലേക്ക് വീശാൻ തുടങ്ങി. അതിൽ ആ മുറിയുടെ വാതിലും ജനാലയും വലിയ ശബ്ദത്തോടെ ഇടിക്കാൻ തുടങ്ങി. അപ്പോഴും ആ സ്ത്രീയുടെ അട്ടഹാസം നിലച്ചിരുന്നില്ല. ഫാദർ ബാഗ് തുറന്ന് വേഗം ധൂപക്കുറ്റി പുറത്തേക്കെടുത്തു. എന്നിട്ട് അതിൽ കുന്തിരിക്കമിട്ടുകൊണ്ട് പുകയ്ക്കാൻ തുടങ്ങി. ശേഷം ധൂപക്കുറ്റിയെടുത്ത് അസ്ഥികൂടത്തിന്റെ തലയുടെ ഭാഗത്തായി വെച്ചു. ധൂപക്കുറ്റിയിൽ നിന്ന് ഒഴുകിയെത്തിയ കുന്തിരിക്കത്തിന്റെ മണം അതിവേഗം ആ മുറിയിൽ വ്യാപിക്കാൻ തുടങ്ങി. അതിനുശേഷം ഫാദർ കാഞ്ഞിരമരം കൊണ്ട് തീർത്ത ഒരു കുരിശ് ബാഗിൽ നിന്നും പുറത്തേക്കെടുത്ത് പെട്ടിയിലുണ്ടായിരുന്ന അസ്ഥികൂടത്തിന്റെ നെഞ്ചത്തായി വെച്ചു. വെച്ചതും വലിയ ശബ്ദത്തിലൊരലർച്ച ആ മുറിയിലേക്ക് കാറ്റിന്റെ വേഗതയേക്കാൾ പാഞ്ഞെത്തി. അപ്രതീക്ഷിതമായ ആ സമയത്ത് അവിടെ എത്തിയ അദൃശ്യമായ ഒരു ശക്തിയുടെ പ്രഹരത്താൽ ഫാദർ പെട്ടിയുടെ മുകളിലൂടെ നിലത്തേക്ക് തെറിച്ചു വീണു. ചാർലി ഫാദറിനെ സഹായിക്കാനെന്ന പോലെ ഫാദറിന്റെ അടുത്തേക്ക് നടന്നതും ഫാദർ ചാർലിയെ നോക്കി അലറി. ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥന നിർത്തരുതെന്ന്. എന്തു തന്നെ നടന്നാലും പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. സഹായം തിരസ്കരിച്ചുകൊണ്ട് ഫാദർ അലറി. പതിയെ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാറ്റിന്റെ ശക്തിയാൽ ഫാദർ വീണ്ടും തെറിച്ചു വീണു. പക്ഷേ ഫാദർ വീണ്ടും ശ്രമം നടത്തി എഴുന്നേറ്റ് ബാഗിന്റെ അടുത്തേക്ക് നടന്നു. ബാഗിൽ നിന്നൊരു കുപ്പി പുറത്തേക്കെടുത്ത് വീണ്ടും അസ്ഥികൂടത്തിന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിലാണ് ഫാദറിന് ആ അദൃശ്യ ശക്തിയാൽ പ്രഹരമേറ്റത്. ഫാദർ വീണ്ടും തെറിച്ചു വീണു. അതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന കുപ്പിയും നിലത്തു വീണു. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ആമേൻ. ഫാദർ അത്രയും പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് നിലത്തുനിന്ന് എഴുന്നേറ്റ് കയ്യിൽ നിന്നും തെറിച്ചു വീണ ആ കുപ്പിയുടെ അടുത്തേക്ക് നടന്നു. പക്ഷേ കാറ്റിന്റെ ശക്തിയാൽ ഇളകിത്തെറിച്ച ജനാലയുടെ ഒരു പാളി കൃത്യമായി ഫാദറിന്റെ പിറകിൽ ഫാദറിന്റെ തലയ്ക്ക് കീഴെ വന്നടിച്ചതും കുപ്പിയുടെ അടുത്തേക്ക് എത്തും മുന്നേ ഫാദർ നിലത്തു വീണതും ഒരുമിച്ചായിരുന്നു. പ്രാർത്ഥനയ്ക്കിടയിൽ ചാർലി ഈ രംഗങ്ങളെല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഫാദർ നിലത്തിലൂടെ കുപ്പിയെ നോക്കി ഇഴയാൻ തുടങ്ങി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ഗോഡ് ആൻഡ് ലോർഡ്, strengthened by the intercession of the Immaculate Virgin, Mary, Mother of God. ഇഴഞ്ഞുകൊണ്ട് ആ കുപ്പി നോക്കി പോകുന്ന സമയത്തും ഫാദറിന്റെ ചുണ്ടുകൾ പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ടായിരുന്നു. ഫാദർ കുപ്പിയുടെ തൊട്ടടുത്തെത്തിയതും അദൃശ്യശക്തി ഫാദറിനെ പിറകിലേക്ക് വലിച്ചിഴിച്ചു. God arises, his enemies are scattered, and those who hate him flee before him. As smoke is driven away, so are the driven as wax melts before the fire. So the wicked perish at the presence of God. ഫാദറിനെ വലിച്ചിഴയ്ക്കുമ്പോഴും ഫാദർ ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ അവസാനം ആ ശക്തി ഫാദറിനെ നിലത്തുനിന്ന് പൊക്കിയെടുത്ത് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ചാർലി അപ്പോഴേക്കും നിലത്ത് കിടന്നിരുന്ന കുപ്പിയെടുത്ത് ഫാദറിനെ ഏൽപ്പിച്ചു. വീഴ്ചയുടെ ആഘാതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഫാദർ എഴുന്നേറ്റത്. എഴുന്നേറ്റതും ആ കുപ്പിയുമായി ഫാദർ പെട്ടെന്ന് തന്നെ പെട്ടിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കുപ്പിയുടെ മൂടി തുറന്നുകൊണ്ട് അതിലുണ്ടായിരുന്ന ഹോളി വാട്ടർ
ആ അസ്ഥികൂടത്തിന്റെ മുകളിലേക്ക് തെളിച്ചു. അതുവരെ അട്ടഹസിച്ചിരുന്ന ആ സ്ത്രീയുടെ ശബ്ദവും പതിയെ ഇല്ലാതെയായി. അതിനു പിന്നാലെയായി ആ മുറിയിലേക്ക് അടിച്ചിരുന്ന കാറ്റിന്റെ ശക്തിയും കുറയാൻ തുടങ്ങി. ഫാദർ ബാഗിൽ നിന്നെടുത്ത കാസയിലുണ്ടായിരുന്ന ഹോളി വാട്ടറിൽ തിരുശരീരം മുക്കിയ ശേഷം വലതു കൈകൊണ്ട് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. ഇരുട്ടിന്റെ മറപറ്റിയുള്ള നിന്റെ ആക്രമണം നിർത്തി എന്റെ മുന്നിലേക്ക് വാ. തിരുശരീരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫാദർ ഉറക്കെ പറഞ്ഞു. ചാർലി അപ്പോഴും പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഫാദറിന് മറുപടിയായി പരിഹസിക്കുന്ന രീതിയിൽ ഒരു ചിരി മാത്രമാണ് കേൾക്കാൻ പറ്റിയത്. ഫാദർ ഹോളി വാട്ടർ വീണ്ടും ആ അസ്ഥികൂടത്തിന്റെ മുകളിലേക്ക് തെളിച്ചു. പരിഹസിച്ചു ചിരിച്ചിരുന്ന ആ സ്ത്രീ ശബ്ദം ഒരു തേങ്ങല് പോലെ മാറിയ ശേഷം വീണ്ടും അട്ടഹസിക്കാൻ തുടങ്ങി. ജനലിന്റെ മറ്റൊരു പാളിയും ഫാദറിനെ നോക്കി വന്നെങ്കിലും ഫാദർ അത് മുൻകൂട്ടി കണ്ടെന്ന പോലെ ഒഴിഞ്ഞുമാറി. ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് ആസ് ഇറ്റ് വാസ് ഇൻ ദ ബിഗിനിങ് ഇസ് നൗ ആൻഡ് എവർ ഷാൽ ബി വേൾഡ് വിതൗട്ട് എൻഡ്. ആമേൻ. തിരുശരീരം ഉയർത്തിപ്പിടിച്ച് ഫാദർ പ്രാർത്ഥനകൾ നിർത്തിയിരുന്നില്ല. അപ്പോഴും എനിക്കറിയാം നീ എന്റെ മുന്നിലേക്ക് വരില്ലെന്ന്. എനിക്കറിയാം നിന്നെ എന്റെ മുന്നിലേക്ക് വരുത്താൻ. ഫാദർ അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന തിരുശരീരം ആ അസ്ഥികൂടത്തിന്റെ നെറ്റിയിലായി വെച്ചു. അത് വെച്ചതും പെട്ടെന്ന് അലറിക്കൊണ്ടൊരു സ്ത്രീരൂപം ഫാദറിന്റെയും ചാർലിയുടെയും മുന്നിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ആ വരവ് കണ്ടപ്പോ ചാർലി ഭയത്തോടെ ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് വെക്കുകയും ചാർലിയുടെ കയ്യിൽ നിന്നും പ്രാർത്ഥനയുടെ പുസ്തകം നിലത്തു വീഴുകയും ചെയ്തു. ഫാദറിന്റെ മുന്നിലേക്ക് വന്ന സ്ത്രീരൂപം ഫാദറിനെ നോക്കി വീണ്ടും പരിഹസിക്കുന്ന പോലെ ചിരിക്കാൻ തുടങ്ങി. ആരാണ് നീ? എന്തിനാണ് ഈ ബംഗ്ലാവിനുള്ളിലേക്ക് കയറുന്നവരെ അപായപ്പെടുത്തുന്നത്? ഈ സുന്ദരമായ ഭൂമി ഞങ്ങൾ മനുഷ്യർക്കുള്ളതാണ്. ദുരാത്മാവായ നിനക്കെന്താണ് ഇവിടെ കാര്യം? കല്ലുകൾ പതിച്ച സ്വർണ്ണക്കുരിശ് ആ സ്ത്രീരൂപത്തിന്റെ മുഖത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഫാദർ ചോദിച്ചു. ആ രൂപം ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ ഫാദറിനെ നോക്കി വീണ്ടും ചിരിക്കാൻ തുടങ്ങി. ഫാദർ പെട്ടെന്ന് ഹോളി വാട്ടർ വീണ്ടും ആ അസ്ഥികൂടത്തിന്റെ മുകളിലേക്ക് തെളിച്ചു. നാഡീൻസിയോ, അരുത്, അങ്ങനെ ചെയ്യരുത്. വെള്ളം തളിച്ചപ്പോൾ ആ രൂപം ഒരു തേങ്ങലോടെ ഫാദറിനോട് പറഞ്ഞു. ഫാദർ ആ രൂപം പറഞ്ഞത് എന്തെന്ന് മനസ്സിലാകാതെ ഒരു സെക്കൻഡ് അങ്ങനെ തന്നെ നിന്നു. നാഡീൻസിയോ, ആ രൂപം വീണ്ടും തേങ്ങലോടെ പറഞ്ഞു. ആരാണ് നീ? എന്തിന് നീ ഈ ബംഗ്ലാവിൽ വരുന്നവരെ ആക്രമിക്കുന്നു? ഫാദറിന്റെ ആ ചോദ്യത്തിന് ആ രൂപം ഒന്ന് മുരളുക മാത്രമേ ചെയ്തുള്ളൂ. ഫാദർ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കുരിശ് ആ രൂപത്തിന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. കുരിശിൽ നിന്ന് പതിച്ച ദൈവിക ശക്തിയെ ചെറുക്കാനാവാതെ ആ രൂപം കുരിശു മാറ്റിപ്പിടിക്കാൻ അപേക്ഷിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ആരാണ് നീ? ഫാദർ വീണ്ടും രൂപത്തെ നോക്കി ചോദിച്ചു. കരോളിന! ആ രൂപം ഫാദറിന്റെ മുഖത്തേക്ക് നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. ചാർലി ഒരു ഞെട്ടലോടെ ഫാദറിനെ നോക്കി. എന്തിനാ നീ ഇവിടേക്ക് വരുന്ന ആളുകളെ അപായപ്പെടുത്തുന്നത്? ഇത് നിനക്കായി നിന്റെ ഭർത്താവ് സ്റ്റാൻലി പണികഴിപ്പിച്ച ബംഗ്ലാവല്ലേ? എന്തിനാണ് നീ ആരും ഇവിടേക്ക് വരാത്ത പോലെ ഒരു പ്രേത ബംഗ്ലാവായി ഇതിനെ മാറ്റിയത്? എന്താണ് നിനക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നീ സ്റ്റാൻലിയെ വിട്ടുപോയ അന്നു മുതൽ അയാൾ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എങ്ങനെയാ നീ മരണപ്പെട്ടത്? ഫാദർ കരോളിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് കരോളിനെ വീണ്ടും അട്ടഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി എന്റെ ഭർത്താവ് പണി കഴിപ്പിച്ച ബംഗ്ലാവ്. പുച്ഛം കലർന്ന സ്വരത്തോടെ കരോളിന ഫാദറിനെ നോക്കി പറഞ്ഞു. എന്താ നിനക്ക് സംഭവിച്ചത്? കുഞ്ഞിന്റെ മരണമാണോ നിന്റെ സമനില തെറ്റിച്ചത്? നീ എന്തിനാണ് ആരോടും പറയാതെ ഈ ബംഗ്ലാവ് വിട്ടുപോയത്? ആരാണ് നിന്നെ കൊലപ്പെടുത്തി ഇവിടെ കുഴിച്ചിട്ടത്? അത് കേട്ടപ്പോ അവളുടെ അട്ടഹാസത്തിന്റെ തീവ്രത പതിയെ പതിയെ കുറഞ്ഞ് തേങ്ങല് പോലെയായി. നിന്നെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ എനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ട. പക്ഷേ നിനക്ക് എന്താണ് നടന്നതെന്ന് എനിക്കറിയണം. അതിനാലാണിത് ചോദിക്കുന്നത്. എന്താണ് നിന്നിൽ നടന്നത്? ആരാണ് നിന്നെ കൊലപ്പെടുത്തിയത്? എങ്ങനെയാ നീ ഒരു ദുരാത്മാവായത്? ഇനിയും നീ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്റെ വഴികൾ നോക്കേണ്ടി വരും. ഫാദർ ഒരു താക്കീത് പോലെ കരോളിനെ നോക്കി പറഞ്ഞു. പക്ഷെ അതിനും കരോളിന് മറുപടി കൊടുക്കാത്തതുകൊണ്ട് ഫാദർ പ്രാർത്ഥന തുടർന്നു. ഞാൻ പറയാം, ദയവായി എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കരുത്. തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് കരോളിന് ഫാദറിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. സ്റ്റാൻലിയെ തേടി ലണ്ടനിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കൊരിക്കലും ഇവിടെ ഈ പോണക്കാട്ടിൽ സ്ഥിരമായി താമസിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ മനസ്സും പോണക്കാടിന്റെ പച്ചപ്പും സൗന്ദര്യവും എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇവിടുത്തെ ആളുകൾ സ്റ്റാൻലിയെ ഈ പോണക്കാടിന്റെ രാജാവായും എന്നെ രാജ്ഞിയായുമാണ് കണ്ടിരുന്നത്. ഒരുപക്ഷെ അവരുടെ കരുതലും സ്നേഹവുമാണ്
1 മാസം കഴിഞ്ഞു പോകാനായി നിന്നിരുന്ന എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും ഇവിടുത്തെ ജീവിതം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. സ്റ്റാൻലി മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ സൗകര്യങ്ങൾ ലണ്ടനിലെ സൗകര്യങ്ങളുമായി ഒത്തുവരാതെ വന്നപ്പോഴാ സ്റ്റാൻലി ബംഗ്ലാവ് പണിയുന്നത്. അതിനിടയിലാണ് റോവൻ ജനിക്കുന്നത്. കരോളിനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ. പഴയ വീട്ടിലായിരുന്നു റോവന്റെ ജനനം. അവൻ 1 വയസ്സ് തികയുന്നതിന് മുൻപാ ഞങ്ങളുടെ ബംഗ്ലാവിന്റെ നിർമ്മാണം മുഴുവനായി തീർന്നത്. നിർമ്മാണം പൂർത്തിയായി അധികം താമസിയാതെ ഞങ്ങൾ ഈ ബംഗ്ലാവിലേക്ക് താമസം മാറി. എല്ലാ അർത്ഥത്തിലും സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഈ ബംഗ്ലാവിൽ താമസം മാറി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റോവൻ... കരോളിന് അത്രയും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി. റോവൻ എന്താ സംഭവിച്ചത്? നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് റോവന്റെ മരണത്തിൽ സ്റ്റാൻലിക്ക് പങ്കുണ്ടെന്ന്. യഥാർത്ഥത്തിൽ എങ്ങനെയാ റോവൻ മരിച്ചത്? ഫാദർ കരോളിനയോട് ചോദിച്ചു. റോവൻ മരിച്ചതല്ല, അയാൾ കൊന്നതാണ്. അവൾ അലറിക്കൊണ്ടാണത് പറഞ്ഞത്. അയാളോ? ആര്? സ്റ്റാൻലിയോ? അയാളെന്തിന് സ്വന്തം മകനെ കൊല്ലണം? നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന അയാൾ സ്വന്തം മകനെ കൊല്ലുവോ? ഫാദർ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു. അയാളോ? നല്ലവനോ? കരോളിനെ ചിരിക്കാൻ തുടങ്ങി. അയാളൊരു തന്ത്രശാലിയായ കുറുക്കനെ പോലെയാ. അയാളുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോവും. എന്റെ റോവനെ അയാൾ ബലി കൊടുത്തതും അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. നിങ്ങൾ കരുതുന്നത് പോലെ അയാൾ തേയില ഫാക്ടറിയിലേക്ക് വന്നൊരു മാനേജർ മാത്രമല്ല. തുടരും.